നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പൂരകത്ത് സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഇടിച്ച് സ്കൂട്ടർ യാത്രികയ്ക്ക് ദാരുണാന്ത്യം. പൂച്ചനിപ്പാടം സ്വദേശി തളിക്കുളം വീട്ടിൽ ചെറിന്റെ ഭാര്യ 32 വയസ്സുള്ള സ്നേഹയാണ് മരിച്ചത്. പാറളത്ത് UDF-നായി ബ്ലോക്ക് മെമ്പറാകാൻ ഭർത്താവും പഞ്ചായത്ത് മെമ്പറാകാൻ ഭാര്യയും. കോടന്നൂർ സ്വദേശി ചെറിയത്ത് വീട്ടിൽ ജൂബി മാത്യു, റിൻസി ജൂബി ദമ്പതികളാണ് തെരഞ്ഞെടുപ്പിന്റെ അങ്കത്തട്ടിൽ ഒന്നിച്ചിറങ്ങുന്നത്. ഊരകം മൈമ്പിള്ളി ശിവരാമകൃഷ്ണ ക്ഷേത്രത്തിൽ അയ്യപ്പൻ തീയാട്ട് പ്രാചീന അനുഷ്ഠാന കലാനിർവഹണവും കളമെഴുത്തും അരങ്ങേറും. ഡിസംബർ 6-ന് ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേക വേദിയിലാണ് ചടങ്ങ് നടക്കുക. വാർത്തകൾ വിശദമായി. ചേർപ്പൂരകത്ത് സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഇടിച്ച് സ്കൂട്ടർ യാത്രികയ്ക്ക് ദാരുണാന്ത്യം. പൂച്ചനിപ്പാടം സ്വദേശി തളിക്കുളം വീട്ടിൽ ചെറിന്റെ ഭാര്യ 32 വയസ്സുള്ള സ്നേഹയാണ് മരിച്ചത്. പൂച്ചനിപ്പാടം സ്വദേശി തളിക്കുളം വീട്ടിൽ ജെറിന്റെ ഭാര്യ 32 വയസ്സുള്ള സ്നേഹയാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെ 10 മണിയോടെയാണ് അപകടം. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ഊരകം സൌത്ത് ബസ് സ്റ്റോപ്പിലാണ് അപകടമുണ്ടായത്. തൃശൂരിലേക്ക് പോവുകയായിരുന്ന റീബോൺ എന്ന സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഊരകത്ത് വെച്ച മറ്റൊരു ബസ്സിനെ മറികടക്കുന്നതിനിടെ എതിരെ വന്ന സ്കൂട്ടറിൽ ഇടിച്ചായിരുന്നു അപകടം. അപകടത്തിൽ സ്കൂട്ടർ ഭാഗികമായി തകർന്നു. അപകടത്തിൽ ബസ്സിനടിയിലേക്ക് വീണ സ്കൂട്ടർ യാത്രികയുടെ തലയിലൂടെ ചക്രങ്ങൾ കയറിയിറങ്ങിയതായി പറയുന്നു. യുവതിയെ ഉടൻ തന്നെ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പൊറത്തുശ്ശേരി വില്ലേജ് ഓഫീസിലെ ജീവനക്കാരിയാണ് മരിച്ച യുവതി. ചേർപ്പ് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ മരണപ്പാച്ചിലിനെതിരെ പ്രതിഷേധമുയർന്നിട്ടും അധികൃതർ ഇപ്പോഴും നിസ്സംഗത തുടരുകയാണ്. തീരെ നിവർത്തിയില്ലെങ്കിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് സർവീസ് പൂർണ്ണമായി ഒഴിവാക്കി ഓർഡിനറി സർവീസുകളായി പുനഃക്രമീകരിക്കണമെന്ന ആവശ്യമാണ് യാത്രക്കാർക്കൊപ്പം നാട്ടുകാരും ഉന്നയിക്കുന്നത്. പാറളത്ത് UDF-നായി ബ്ലോക്ക് മെമ്പറാകാൻ ഭർത്താവും പഞ്ചായത്ത് മെമ്പറാകാൻ ഭാര്യയും. കോടന്നൂർ സ്വദേശി ചെറിയത്ത് വീട്ടിൽ ജൂബി മാത്യു, റിൻസി ജൂബി ദമ്പതികളാണ് തെരഞ്ഞെടുപ്പിന്റെ അങ്കത്തട്ടിൽ ഒന്നിച്ചിറങ്ങുന്നത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ജൂബി മാത്യുവിന് 2ാം അംഗമെങ്കിൽ ഭാര്യ റിൻസി ജൂബിക്ക് തന്റെ കന്നി അംഗമാണ്. ജൂബി മാത്യു പാറളം ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പറാണ്. എന്നാൽ ഇത്തവണ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് കോടന്നൂർ ഡിവിഷൻ UDF സ്ഥാനാർത്ഥിയാകാനുള്ള ചുമതലയാണ് ജൂബി മാത്യുവിനെ പാർട്ടി ഏൽപ്പിച്ചത്. ഭർത്താവ് ജൂബി മെമ്പറായ പാറളം 1-ാം വാർഡിൽ നിന്നാണ് ഭാര്യ റിൻസി പഞ്ചായത്ത് മെമ്പറാകാൻ ജനവിധി തേടുന്നത്. ജൂബി മാത്യുവിനെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുമ്പോൾ പകരം 1-ാം വാർഡിൽ ആരെന്നതിന് പാർട്ടിക്ക് സംശയമുണ്ടായിരുന്നില്ല. ജൂബിയുടെ ഭാര്യ റിൻസി 1-ാം വാർഡിൽ മത്സരിക്കണമെന്നായിരുന്നു പാർട്ടി തീരുമാനം. ജൂബിയും റിൻസിയും ഇത് അംഗീകരിച്ചതിന് പിന്നാലെ ദമ്പതികളുടെ 3 മക്കളും കട്ട സപ്പോർട്ടുമായി എത്തി. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വളരെ അധികം പ്രത്യേകതയേറിയ ഒരു തെരഞ്ഞെടുപ്പാണ് എനിക്ക്. ഇപ്പോൾ ബ്ലോക്കിൽ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു, വാർഡിൽ ഭാര്യ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. തീർച്ചയായിട്ടും നല്ലൊരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ഇപ്പോൾ ഒരു 5 വർഷക്കാലം ഞാൻ 1-ാം വാർഡിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് തീർച്ചയായിട്ടും ഈ ഇലക്ഷനിലുണ്ടാകും. ഞങ്ങൾ കയറിയ സമയത്ത് കോവിഡൊക്കെ ആയിട്ട് വളരെയധികം നിർണായക ഘട്ടത്തിലാണ് മെമ്പറായി വരുന്നത്. അപ്പോൾ രാത്രി പകലില്ലാതെ എല്ലാ സമയവും നമ്മൾ ഫുൾ ടൈം വാർഡിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു. അപ്പോൾ അന്ന് ജനങ്ങൾ തന്ന സപ്പോർട്ട്, അംഗീകാരം, അത് ഇന്നും ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റിയതിൻ്റെ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ ഇന്ന് പാർട്ടി നിർബന്ധിച്ച് ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മത്സരിക്കാൻ തയ്യാറായി. ഇപ്പോൾ വിജയിച്ചു വരുന്നുള്ളൊരു ശുഭ പ്രതീക്ഷയിലാണ് ഞാനും എൻ്റെ ഭാര്യ 1-ാം വാർഡിലേക്ക് മത്സരിക്കുന്ന റിൻസി ജൂബിയും. ഞാൻ ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പശ്ചാത്തലമൊന്നും എൻ്റെ കുടുംബത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും 5 വർഷം ജൂബിയേട്ട മെമ്പറായിരുന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു ദിവസം പോലും രാഷ്ട്രീയ ചർച്ചകളില്ലാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നിട്ടില്ല. കാരണം പഞ്ചായത്തിലുണ്ടാവുന്ന കാര്യങ്ങളും വാർഡിലുണ്ടായ കാര്യങ്ങളെല്ലാം ഞങ്ങളുടേതായ രീതിയിലൊരു ചർച്ചകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ 5 വർഷം കഴിഞ്ഞപ്പോൾ ഇത് വനിതാ വാർഡായപ്പോൾ പാർട്ടി ഒന്നടങ്കം എല്ലാവരും കൂടെ ആവശ്യപ്പെട്ടൊരു കാര്യമാണ് ഈ വാർഡിൽ മത്സരിക്കണം, മെമ്പറുടെ ഭാര്യ തന്നെ തുടർന്ന് മത്സരിക്കണം എന്നുള്ളൊരു ആവശ്യം വന്നു.
അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് എനിക്കൊരു താല്പര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആഗ്രഹം പോലും ഇല്ലാതിരുന്നു. ഞാനൊരു 5 വർഷക്കാലമായിട്ട് സ്കൂളുമായി ബന്ധപ്പെട്ട് അവിടെ PTA-യിലും മറ്റും പ്രവർത്തിച്ചിരുന്നു. അതുപോലെ പള്ളിയിലും ഭയങ്കരമായിട്ട് സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു ഒരു കാലഘട്ടത്തിലാണ് കടന്നുപോയത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഒരു രാഷ്ട്രീയത്തിലേക്ക് ചുവട് വെച്ചപ്പോൾ എനിക്ക് അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല. ഇപ്പോൾ നല്ല രീതിയിൽ പ്രചരണവുമായിട്ട് മുന്നോട്ട് പോകുന്നു. എനിക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട്. അത് എന്നിലുള്ള ജനങ്ങളുടെ ഒരു പ്രതീക്ഷയേക്കാൾ ഉപരി 5 വർഷക്കാലം അവരുടെ മെമ്പർ എന്ന രീതിയിൽ ജൂബിയേട്ടൻ പ്രവർത്തിച്ച ഒരു വാർഡാണ് ഞാൻ മത്സരിച്ച് ജയിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നത്. എന്നിരുന്നാലും ആ തുടർന്നുള്ള ഭർത്താവ് പ്രവർത്തിച്ച 5 വർഷക്കാലത്തെ ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് ഈ പ്രചരണത്തിന് ഇറങ്ങിയപ്പോൾ എനിക്ക് കാണാനായിട്ട് സാധിച്ചു. അതൊരു നല്ല രീതിയിലുള്ള നല്ലൊരു റിസൾട്ടിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശക്തമായ മത്സരമാണ് പാറളത്ത് എല്ലാ മുന്നണികളും പ്രതീക്ഷിക്കുന്നത്. CPI-യുടെ K. പ്രമോദാണ് കോടന്നൂർ ബ്ലോക്ക് ഡിവിഷൻ LDF സ്ഥാനാർത്ഥി. ലിജീവ് പയ്യപ്പാട്ടാണ് NDA സ്ഥാനാർത്ഥി. പാർളം പഞ്ചായത്ത് 1-ാം വാർഡിൽ CPM-ന്റെ സീന ടീച്ചറാണ് LDF സ്ഥാനാർത്ഥി. ലിസി ചാക്കുവാണ് NDA സ്ഥാനാർത്ഥി. ഏതായാലും എതിർ സ്ഥാനാർത്ഥികളെ പോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുന്നോട്ടു പോവുകയാണ് ദമ്പതികളായ സ്ഥാനാർത്ഥികളും. ഊരകം മൈമ്പിളി ശിവരാമകൃഷ്ണ ക്ഷേത്രത്തിൽ അയ്യപ്പൻ തീയാട്ട് പ്രാചീന അനുഷ്ഠാന കലാനിർവഹണവും കളമെഴുത്തും അരങ്ങേറും. ഡിസംബർ 6-ന് ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേക വേദിയിലാണ് ചടങ്ങ് നടക്കുക. ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇതു സംബന്ധിച്ച വിവരങ്ങൾ അറിയിച്ചത്. ഡിസംബർ 6-ന് ഉച്ചയ്ക്ക് കൂറയിട്ട് ആരംഭിച്ച തോറ്റം, കൂത്ത്, രാത്രികളത്തിൽ കോമരനൃത്തവും കളമായ്ക്കലും തേങ്ങയേറും നടക്കും. തുടർന്ന് കൂറ വലിക്കുന്നതോടെയാണ് അയ്യപ്പൻ തീയാട്ട് എന്ന അപൂർവ അനുഷ്ഠാന കലാപാട്ടുത്സവം സമാപിക്കുക. ദേവീദേവന്മാരുടെ ദേവസംഗമ ഭൂമി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ആദ്യമായാണ് മമ്പിള്ളി ക്ഷേത്രം ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ അയ്യപ്പൻ തീയാട്ട് പാട്ടുത്സവ കലാരൂപം നടക്കുന്നത്. മഹാശാസ്താവിന്റെ രൂപം പഞ്ചവർണ്ണ പൊടികളാൽ 6 മണിക്കൂർ സമയമെടുത്താണ് ഒരുക്കുന്നത്. യജ്ഞാചാര്യൻ മുളങ്കുന്നത്കാവ് തീയാടി രാമൻ നമ്പ്യാർ തീയാട്ടിനും ക്ഷേത്രം തന്ത്രിമാരായ തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി, വടക്കേടത്ത് പെരുമ്പടപ്പ് ഹരി നമ്പൂതിരി എന്നിവർ പൂജകൾക്ക് മുഖ്യ കാർമ്മികരാകും. ഊരകം ഉണ്ണിമാരാരും സംഘവും അനുഷ്ഠാന വാദ്യമേളങ്ങൾക്ക് നേതൃത്വം നൽകും. ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് PM അനന്തനാരായണൻ, സെക്രട്ടറി മാനഴി ഗോപിനാഥൻ നായർ, സംയോജകൻ കേരമ്പത്ത് ഗോപിനാഥൻ, രാമചന്ദ്രൻ ചെറുപറമ്പത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ പ്രദേശത്ത്, അതായത് ആറാട്ടുപുഴ പെരുവനം പൂരങ്ങൾ നടക്കുന്ന ശാസ്ത ക്ഷേത്രങ്ങളിലത്തെയും ഭഗവതി ക്ഷേത്രങ്ങളിലത്തെയും ദേവീദേവന്മാരാണ് തൃപ്രാർത്ഥന ഒഴികെ എഴുന്നള്ളിച്ച് ഈ ഭാഗത്ത് വന്ന് വലിയ ദേവസംഗമം നടക്കുന്നത്. ആ പ്രദേശത്ത് അതിൻ്റെ തട്ടകങ്ങളിലൊന്നും ഇതേവരെ നടക്കാത്ത ഒന്നാണ് ഈ അയ്യപ്പൻ തീയാട്ട്. ഇതേവരെ ഒരിക്കലും നടന്നിട്ടില്ല. അതാണിപ്പോൾ ആദ്യമായിട്ട് ഈ മമ്പിള്ളി ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്നത്. ഇതാദ്യമായിട്ടാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ നിൽക്കുന്നത്. എന്നാലിത് സാധാരണയായിട്ട് മുളങ്കുന്നത്തുകാവിൽ നിത്യടിയന്തരമായിട്ടുണ്ട്. തായങ്കാവിൽ അങ്ങനെയുണ്ട്, മലമക്കാവിൽ അങ്ങനെയുണ്ട്. അങ്ങനെ തുടങ്ങുന്ന ചില ക്ഷേത്രങ്ങളിൽ, ശാസ്താക്ഷേത്രങ്ങളിൽ ഇത് അടിയന്തരമായിട്ട് നടക്കുന്നതാണ്. പക്ഷേ അയ്യപ്പൻ തീയാട്ട് പുറമേ തൃശ്ശൂർ പാണ്ഡ്യസമൂഹം മഠത്തിൽ അവിടെ, കാരണം അവിടെ ശാസ്താവിൻ്റെ പ്രതിഷ്ഠയുണ്ട്. അതുകൊണ്ട് അവിടെ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് നടത്തുകയുണ്ടായി. പൂരപ്രേമി സംഘമാണ് നടത്തിയതെന്ന് അവിടെ. തദ്ദേശ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ്. സ്ഥാനാർത്ഥികളെല്ലാം പ്രചരണ തിരക്കിലാണ്. ഒരുപക്ഷെ നിലവിലുള്ള സീറ്റുകൾ നിലനിർത്തുവാനും ചില സീറ്റുകൾ പിടിച്ചെടുക്കുവാനുമുള്ള വലിയ പോരാട്ടം നടക്കുന്നത്. ചേർപ്പിലും പാറളത്തും വല്ലച്ചിറയിലും അവിണിശ്ശേരിയിലും വീറിനും വാശിക്കും ഒട്ടും കുറവില്ല. ഇന്നു മുതൽ ഞങ്ങൾ ആരംഭിക്കുകയാണ് സ്ഥാനാർത്ഥിക്കൊപ്പം. ഇന്ന് സ്ഥാനാർത്ഥിക്കൊപ്പം എത്തിയിരിക്കുന്നത് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ നിലവിൽ 4-ാം വാർഡായിരുന്നു, അത് 3-ാം വാർഡിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ ഒരു വാർഡിൽ നിന്ന് ഞങ്ങൾ തുടക്കം കുറിക്കാൻ കാരണമുണ്ട്. കാരണം പുതുമുഖങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുന്നതാണ് തദ്ദേശ
സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഈ കുറി കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ച് UDF ആണെങ്കിലും LDF ആണെങ്കിലും BJP ആണെങ്കിലും പുതുമുഖങ്ങൾക്ക് അർഹമായൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്തായാലും അത്തരം ആളുകൾ ഈ രംഗത്തേക്ക് കടന്നു വന്ന് അവരുടെ ഏറ്റവും കർമ്മശേഷി, പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തുകളിൽ അവരുടെ പ്രവർത്തന മികവുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനും എല്ലാം അവർക്ക് കഴിയുമെന്ന ഒരു ഉറച്ച വിശ്വാസം ഇതിൻ്റെ പാർട്ടി പ്രവർത്തകർക്കുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളതും ഒരു വിശിഷ്ട അതിഥി തന്നെ വേണമെങ്കിൽ പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. പഠനത്തിൽ തന്നെ ആ സമയത്ത് തന്നെ ഇങ്ങനൊരു അവസരം കിട്ടിയതിനെ നമുക്ക് ആദ്യം തന്നെ ചോദിക്കാം, എങ്ങനെ ഈ ഒരു അവസരത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ഞാനിപ്പോൾ നല്ല ആവേശത്തിലാണ്. ഞാൻ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ 3-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. പേര് പറഞ്ഞു. എൻ്റെ പേര് എൽവിയ ദേവസി. എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോൾ 21 വയസ്സ്. 21 വയസ്സ്. അതാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത്. സ്ഥാനാർത്ഥിക്കൊപ്പം ഇന്ന് തുടക്കം കുറിക്കുന്നത് 21 വയസ്സുള്ള ഒരു പുതുമുഖ യുവാക്കളുടെ നിരകളിലേക്ക് കടന്നു വന്നുകൊണ്ടാണ് തുടക്കം കുറിച്ചത്. സ്വാഭാവികമായിട്ടും പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു ദൗത്യമാണ് ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ. കാരണം ഈ ഒരു പ്രവർത്തനത്തിന് മുന്നോട്ട് വരുമെന്നുള്ള ഉറപ്പുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു രംഗത്തേക്ക് കടന്നു വരുവാൻ എന്താണ് ഇതിൽ പ്രചോദനമായത്? അതായത് നിലവിലുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്നു വരികയായിരുന്നു, പഠിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, എങ്ങനെയാണ്? ഇല്ല, ഞാൻ എൻ്റെ വീട്ടിൽ സാമ്പത്തികമായിട്ട് ടൈറ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് പഠനത്തിനായാലും കായികത്തിനായാലും പൈസയ്ക്ക് ഇത്തിരി ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു സംരംഭം പോലെ നോട്ട് ബുക്ക് ഹോൾസെയിലായിട്ട് ഇറക്കിയിട്ട് നമുക്കൊന്ന് വിറ്റ് പൈസ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലൊക്കെ ഇങ്ങനെ ഇറങ്ങി വിറ്റായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ കുറേ വീടുകളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ പല തരത്തിലുള്ള സാഹചര്യങ്ങളായിരിക്കാം. അപ്പോൾ അവർക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇത് അതിനൊരു നല്ലൊരു അവസരമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ബലമുണ്ടോ? വിദ്യാർത്ഥി ഞാൻ രാഷ്ട്രീയത്തിലൊന്നുമില്ല, കായികമാണ് നമ്മുടെ മെയിൻ. അപ്പോൾ ഏതാണ് രംഗം? ഞാൻ സോഫ്റ്റ് ബേസ്ബോൾ. അതില് ദേശീയ തലത്തിലും ഒക്കെ പോയോ? അതെ, ദേശീയ തലത്തിലും സ്റ്റേറ്റ് പോയിന്റ്, നാഷണൽ പോയിന്റ്, അതുപോലെ തന്നെ ഇന്റർനാഷണൽ പോയിന്റ്. വിമല കോളേജിലാണ് പഠിക്കുന്നത്? അതെ, വിമല കോളേജിലാണ് പഠിക്കുന്നത്. എങ്ങനെയുണ്ട് ഈ ആളുകളുടെ ഒക്കെ സമീപനം? എങ്ങനെയാണ് ഓരോ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ? നല്ല റെസ്പോൺസാണ്. ഒരു ആത്മവിശ്വാസത്തിന്റെ ആത്മവിശ്വാസം, കോൺഫിഡൻസ് ആണ്. നടക്കാം, ഒരു വീട്ടിലേക്കാണ് നടക്കുന്നത്. ഈ ഒരു വട്ടം ജയിച്ച് മുന്നോട്ട് വന്നാൽ പ്രിയപ്പെട്ട വോട്ടർമാർക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പെന്താ? ഞാൻ ജനങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അവർക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം. ഇപ്പോൾ ഓരോ വീട്ടിലും പല വീട്ടിലും പല സാഹചര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ്. എന്തായാലും ഉറച്ച ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ ഒരു ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥിയായിരുന്നു. ഞങ്ങൾ വീണ്ടും അവതരിപ്പിക്കുകയാണ് പുതിയ മുഖം. അങ്ങനെ ഞങ്ങളുടെ ചെവൂരിൻ്റെ സമഗ്രമായ വികസനം അവർ ഏറ്റെടുത്ത് നടത്തുന്നു. ഞങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങളുടെ നാട്ടുകാർക്ക് വാക്ക് കൊടുക്കുക. തെരഞ്ഞെടുപ്പ് നല്ല രീതിയിലേക്ക് തന്നെ കാണണം. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ പുതുമുഖത്തിനെയാണ് കൊണ്ടുവന്നത്. എന്താ വെച്ചാൽ പ്രായമായവരുണ്ട്, അവരൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ പ്രാവശ്യം പുതുമുഖത്തിനെ കൊണ്ടുവന്ന കാരണം നമ്മുടെ ഞാൻ ചെയ്ത കുറേ പ്രവർത്തനങ്ങളുണ്ട്, അത് നമ്മളിലൂടെ മുന്നോട്ട് നടത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പള്ളിക്കുളം, അതുപോലെ തന്നെ റോഡുകൾ മെയിൻ്റനൻസ്, അതൊക്കെ നമ്മൾ ഈ പ്രാവശ്യം ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് അത് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ളൊരു സാഹചര്യമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ പുതുതലമുറയാകുമ്പോൾ പുതിയ ആശയങ്ങളുണ്ടാവും. പഴയതാവുമ്പോൾ അവരുടേതായ ആശയങ്ങൾ പഠിച്ച് തളർന്ന ആശയങ്ങളുണ്ടാവുള്ളൂ. പുതിയതാവും പുതിയ ആശയങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വഴിമാറി കൊടുക്കുന്നത് തന്നെ. അപ്പോൾ ഏത് നിലയ്ക്ക് ഞങ്ങളിവിടെ പിടിച്ചെടുക്കും. പിന്നെ ഇപ്പോൾ ഡിജിറ്റൽ യുഗമാണ്. ഞങ്ങളെപ്പോലെ വയസ്സായവരൊന്നും നിന്നാൽ കാര്യം നടക്കില്ല. അത്യാവശ്യം മൊബൈലിലും കാര്യങ്ങളും എല്ലാ ലോകപറ്റാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ യുഗമാണ്. അപ്പോൾ ഇവർക്ക് കൂടുതൽ ഇതിന് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവർക്ക് അറിയാൻ പെട്ടെന്ന് അറിയും. എന്നിലും വേഗത്തിൽ ഇവർക്ക് കഴിയും. ഞാൻ കുറേ കൊല്ലങ്ങളായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർ പെട്ടെന്ന് ഇവർക്ക് എല്ലാ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പെട്ടെന്നുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഞങ്ങൾ മുൻതൂക്കം കൊടുത്ത് എന്തായാലും വലിയ ഒരു ഉറപ്പാണ് പാർട്ടി തന്നിരിക്കുന്നത്. ആ ഉറപ്പ് പാലിക്കാൻ തയ്യാറാവുക. അതെ, തയ്യാറാണ്.
അപ്പോൾ എന്തായാലും ഞങ്ങൾ മറ്റുള്ള സ്ഥാനാർത്ഥികൾക്കൊപ്പം സഞ്ചരിക്കുകയാണ്. എല്ലാവിധ ഭാവങ്ങളും ടീം മീഡിയ 4 ഈ സ്ഥാനാർത്ഥിക്കും നേരുകയാണ്. ഒരു വീട്ടിലേക്ക് എത്തുകയാണ്, അവർ അഭ്യർത്ഥനയുമായിട്ട് എത്തുകയാണ്. തീർച്ചയായും മറ്റുള്ള വാർഡുകളിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പം കണ്ടുമുട്ടാം. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 18ാം വാർഡിലെ സ്ഥാനാർത്ഥിക്കൊപ്പമാണ് ഇന്ന് സ്ഥാനാർത്ഥിക്കൊപ്പം ഞങ്ങൾ വീണ്ടും തുടരുന്നത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 18ാം വാർഡിനെ സംബന്ധിച്ച് നോക്കിയാൽ LDFന്റെ സിറ്റിംഗ് സീറ്റ് തന്നെയാണ്. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഈ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയും മത്സര രംഗത്തേക്ക് കടന്നു വരുന്നത്. നമസ്കാരമുണ്ട്. നമസ്കാരം. എൻ്റെ പേര് സജീർ എന്നാണ്. ഞാൻ ഇവിടെ 18ാം വാർഡിലെ LDFന്റെ വരാൻ പോണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ LDFന്റെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ നിലവിൽ LDFന്റെ സിറ്റിംഗ് സീറ്റാണ് ഇത്. നസീജ മുത്തലിഫ് എന്ന് പറഞ്ഞ ആളാണ് ഇവിടുത്തെ മെമ്പറായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തിൽ നല്ല ഐതിഹാസികമായിട്ടുള്ള വിജയം ഉണ്ടാക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. എങ്ങനെയാണ് ആളുകളുടെ ഫീഡ്ബാക്ക് എങ്ങനെയാണ് കടന്നു ചെല്ലുമ്പോൾ? അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു നമ്മളോടുള്ള റെസ്പോൺസാണ് കാണുന്നത്. പൊതുവിൽ ഇവിടെ വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പോരായ്മ എന്നുള്ളത് ഇവിടെ കുടിവെള്ളം, അതുപോലെ തന്നെ വെള്ളക്കയറ്റം, അങ്ങനെ ഈ മഴക്കാലമാകുമ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളം കയറുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ വേനൽക്കാലമാകുമ്പോൾ കുടിവെള്ളം ഇല്ലാത്ത പ്രശ്നമാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് പ്രശ്നം ഉണ്ടാക്കുന്നത് അത് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് കുറേയൊക്കെ കാരണങ്ങൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു 950 ഏക്കറോളം വരുന്ന ഒരു ജൂബിലി തേവർപ്പടവുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പഞ്ചായത്ത് സിസ്റ്റം. അപ്പോൾ ഒരു വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ പരമാവധി നമ്മളുടെ സേവനം ഉറപ്പുവരുത്താന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതിനു വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടത് ഇവിടുത്തെ നിലവിലുണ്ടായിരുന്ന പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ ആ ഒരു സിസ്റ്റം കൂടെ നിന്നാൽ മാത്രമാണ് ഈ പഞ്ചായത്തിന് ഈ പ്രദേശത്തുള്ള ആളുകളുടെ ദുരിതത്തിന്. ഹെർബർട്ട് കനാലുമായി ബന്ധപ്പെട്ട് അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ്. സ്വാഭാവികമായിട്ടും ഈ ഹെർബർട്ട് കനാലിലെ വെള്ളത്തിൻ്റെ, അതായത് പായലുകൾ കെട്ടിക്കിടക്കുന്ന, അതോടൊപ്പം തന്നെ ഈ മഴക്കാലമാകുമ്പോൾ സ്ലൂയിസ് വാൽവിന്റെ പ്രവർത്തനം ഒക്കെ നമുക്കറിയാമല്ലോ. അതിന്റെ എല്ലാം പരിണിത ഫലം അനുഭവിക്കുന്നത് ഈ പാവപ്പെട്ട ഈ പ്രദേശമാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അതായത് ഞാൻ വെള്ളക്കയറ്റം വന്നു കഴിഞ്ഞാൽ അരക്കൊപ്പം വെള്ളത്തിലാണ് വീട്ടിൽ പോണത്. അതുപോലെ തന്നെ വേനൽക്കാലമായി കഴിഞ്ഞാൽ കുടിവെള്ളമാണെങ്കിൽ ഞങ്ങളുടെ വീട്ടുകാരൊക്കെ പുറത്ത് പോയിട്ട് എടുക്കുന്ന, അതായത് 1 കിലോമീറ്റർ 2 കിലോമീറ്ററൊക്കെ അപ്പുറത്ത് പോയിട്ട് എടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടി തന്നെയാണ് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെതിരെയുള്ള ഒരു പോരാട്ടം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഇവിടുത്തെ ജൂബിലി തേവർപ്പടവ് ഉൾപ്പെടെയുള്ള ജൂബിലി തേവർപ്പടവും ഇവിടുത്തെ പഞ്ചായത്തും ഒരു അമ്മ പെറ്റ മക്കളെ പോലെ പ്രവർത്തിച്ചിട്ട് അവർ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അത് ഇവിടുത്തെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. അപ്പോൾ അത്തരത്തിലുള്ള അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ആരായിരുന്നാലും അവരെ ഒരു രാഷ്ട്രീയമായിട്ട് പരാജയപ്പെടുത്താന്നുള്ള മാത്രമാണ്. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു ആത്മവിശ്വാസമാണ്, തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് നമ്മൾ ഈ പ്രദേശത്ത് നമ്മൾ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രവർത്തകർ, ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികൾ, ഞങ്ങളുടെ വെൽവിഷേഴ്സ് എല്ലാവരും ഞങ്ങളോട് നല്ല രീതിയിലുള്ള പെരുമാറ്റമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. സിറ്റിംഗ് സീറ്റാണ്. അപ്പോൾ പ്രവർത്തകർക്കും ഈ അണിയിൽ പുറകിൽ പ്രവർത്തിക്കുന്ന നിങ്ങളെപ്പോലുള്ള അണികൾക്കും വലിയ ആശങ്കയുണ്ട്. അതായത് ഇത് നിലനിർത്തണം, ഒപ്പം തന്നെ ഇത് മുന്നോട്ട് പോകണമെന്നുള്ളത്. ഒരു ആദ്യഘട്ടത്തിൻ്റെ ഒരു സന്ദർശനമൊക്കെ കഴിയുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തുള്ള ആ ഒരു റിസൾട്ട് എങ്ങനെയുണ്ട്? ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ല റിസൾട്ടാണ്, നല്ല വിജയം ഉണ്ടാവും, അത് ഉറപ്പുണ്ട്. കാരണം ഓരോ വീടുകൾ കയറി ഇറങ്ങുമ്പോൾ ആൾക്കാരെ പ്രതികരണങ്ങൾ അങ്ങനെയാണ്. നല്ല വിശ്വാസമുണ്ട് ജയിക്കുന്നുള്ളത്. പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥിയും ഈ വാർഡിൽ തന്നെയാണ്, ഒരു ലേഡിയാണ്. എൻ്റെ വൈഫാണ്, എൻ്റെ വൈഫാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ബലം കൂടിയുണ്ട്. അപ്പോൾ ഒരു വാർഡിൽ നിന്ന് ബ്ലോക്കിലേക്കും പിന്നെ പഞ്ചായത്തിലും കൂടി മത്സരിക്കുമ്പോൾ അതിൻ്റെ ഒരു ആത്മവിശ്വാസം പ്രത്യേകിച്ചുണ്ട്. എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങളൊക്കെ? എങ്ങനെ പോകുന്നു? പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇവിടുത്തെ പാർട്ടിയും ഇടതുപക്ഷ പ്രവർത്തകരും യുവാക്കളെയും എല്ലാവരെയും മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ഇലക്ഷനെ നേരിട്ടുകൊണ്ട് വൻ വിജയത്തിൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നതന്നെ ഉറപ്പ്.
തികഞ്ഞ ആത്മവിശ്വാസത്തേക്കാൾ ഉപരി തെരഞ്ഞെടുപ്പിന്റെ ചൂടുമുണ്ട്. ചേർപ്പിലും സമാനമായി തന്നെ നിൽക്കുകയാണ്. എപ്പോൾ തുടങ്ങും പ്രചരണം? എപ്പോൾ തുടങ്ങും? ഞങ്ങൾ രാവിലെ ഒരു 8 മണിയോടുകൂടി ഞങ്ങൾ പ്രചരണം തുടങ്ങും. രാത്രി 2 മണി 1 മണി 2 മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങളുടെ പ്രചരണ പ്രവർത്തനങ്ങളും മറ്റുള്ള കാര്യങ്ങൾ. വീടുകൾ കയറലൊക്കെ ഒരു ഏകദേശം ഒരു 6 മണിയോടുകൂടിയൊക്കെ ഞങ്ങൾ അവസാനിപ്പിക്കും. കാരണം വിളക്ക് വയ്ക്കുന്ന സമയം, പ്രാർത്ഥനകളുടെ സമയം. ഞങ്ങളത് അവരങ്ങനെ ഞങ്ങൾ ഹരാസി ആ രീതിയിൽ പോവില്ല, ചെയ്യുന്ന രീതിയിൽ ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു അത്യാവശ്യം LDF-ന്റെ ഒരു വേരോട്ടമുള്ളൊരു മണ്ണല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ഞങ്ങളുടെ CPM-ന്റെ തന്നെ പ്രവർത്തകരെ പാർട്ടി മെമ്പർഷിപ്പുള്ള ആളുകൾ തന്നെ ഒരു 10-40ഓളം വരുന്ന പാർട്ടി മെമ്പർമാരുണ്ട്. അവരുടെ കുടുംബങ്ങളുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ചെറുപ്പം മുതൽ സംഘടനാ രംഗത്തുള്ള ആളുകളാണ്. ബ്ലഡ് ഡൊണേഷനും അതുപോലെ തന്നെ നാട്ടിലുള്ള അത്യാവശ്യം റെസ്ക്യൂ പരിപാടികളൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യുന്നവരാണ്. അത്ര അങ്ങനത്തെ പരിപാടികളുണ്ട്. പിന്നെ ഇപ്പോൾ എന്തായാലും എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. തീർച്ചയായിട്ടും ഇതുപോലെ സ്ഥാനാർത്ഥികളോടൊപ്പം ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള സ്ഥാനാർത്ഥികൾക്കൊപ്പവും വിശേഷങ്ങളും മറ്റ് കണ്ടുമുട്ടാം. സ്ഥാനാർത്ഥിക്കൊപ്പം ഈ ഒരു വീട്ടിൽ ആളെങ്ങനെ മത്സരത്തെ രംഗത്ത് വന്നപ്പോ ഉഷാറാവൂലേ? അപ്പൊ അനുഗ്രഹമുണ്ട്. ഒന്നുകൂടെ കൊടുത്തോളൂ, അനുഗ്രഹം കൊടുത്തോളൂ. UDF പെരിഞ്ഞനം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. കൺവെൻഷന്റെ ഭാഗമായി സ്ഥാനാർത്ഥി സംഗമവും ഒരുക്കിയിരുന്നു. ബെന്നി ബെഹനാൻ MP ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഈ പഞ്ചായത്ത് ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം ഈ പഞ്ചായത്തിലുണ്ടായ വികസനം എന്ത്? തൊട്ടടുത്ത് കയ്പമംഗലമുണ്ട്. അവിടെ നടന്നത്, ഞാൻ മറ്റുള്ള സ്ഥലങ്ങളിൽ അവിടെ നടന്നു, ഇവിടെ നടന്നു. ഇവിടെ എന്തുകൊണ്ടാണ് നടക്കാതിരുന്നത്? അവർക്ക് ഗവൺമെന്റ് ഉണ്ട്, പഞ്ചായത്തുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ ജനങ്ങളുടെ പല പ്രശ്നങ്ങൾക്കും, നിങ്ങൾ ആഗ്രഹിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇവർ പറയുന്നത് ഞങ്ങളുടെ കുറ്റമൊന്നുമല്ല, വേറെ ചില കുറ്റങ്ങൾ പറയും അവർ, വേറെ ചില ആളുകളെ കുറ്റപ്പെടുത്തും. ആരെയും കുറ്റപ്പെടുത്താനില്ല. ഈ നാടിന്റെ വികസനമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ അജണ്ടയെങ്കിൽ ആ അജണ്ട വെച്ച് ചർച്ച ചെയ്യുമ്പോൾ ഈ കാലഘട്ടം അത്രയും ഈ അജണ്ടയുമായി മുന്നോട്ട് പോയവർ പരാജയമായിരുന്നു. നമ്മുടെ അഭ്യർത്ഥന ഒരവസരം നമുക്ക് തരൂ, നമുക്ക് കാണിച്ചു കൊടുക്കാം. ഞാൻ പറയുന്ന ഒരു അവസരം കിട്ടിയാൽ കുറച്ചുകൂടി കാര്യക്ഷമമായി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. അത് പറയുന്നത് എവിടെയെല്ലാം നമ്മൾ ഐക്യജനാധിപത്യ മുന്നണി പഞ്ചായത്തുകൾ ഭരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്, മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയും അതുണ്ടാകും. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ സുധാകരൻ മണപ്പാട്ട് അധ്യക്ഷനായി. കോർഡിനേറ്റർ നസീർ പുഴങ്കരയിലത്ത് സ്ഥാനാർത്ഥി പട്ടിക അവതരിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ KM നിഷാദ്, വൈസ് ചെയർമാൻ VC രാധാകൃഷ്ണൻ, നേതാക്കളായ MK അബ്ദുൽ സലാം, CC ബാബുരാജ്, TM നാസർ, SA സിദ്ദിഖ്, മൻസൂർ അന്താറത്തറ, ഷീല വിശ്വംഭരൻ എന്നിവർ സംസാരിച്ചു. UDF മതിലകം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. മതിലകം സെന്ററിലാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ബെന്നി ബെഹനാൻ MP കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ചില 60 വർഷക്കാലത്ത് ഈ മേഖലയിലുണ്ടായ അഴിമതി അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് അപ്പൊ ജനങ്ങൾക്ക് പരാതിയുണ്ട്, ജനങ്ങൾക്ക് പരിഭവങ്ങളുണ്ട്. 60 വർഷക്കാലം ഭരിച്ചിട്ടും ഈ പഞ്ചായത്തിന്റെ സമഗ്രമായ വളർച്ചയ്ക്കും പുരോഗതിക്കും അനുയോജ്യമായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള കാര്യക്ഷമത കാണിക്കാത്തവർ, അധികാരം കുത്തകയായി വന്നപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന അതിൻ്റെ പ്രമത്തത മൂലം വഴിതെറ്റിപ്പോയ ഭരണകർത്താക്കളുടെ സമീപനത്തെക്കുറിച്ച് അതെല്ലാം ഇവിടെ പ്രാദേശികമായി ചർച്ച ചെയ്യപ്പെടും. അതുമാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം. നമ്മൾ ജീവിക്കുന്ന രാഷ്ട്രീയ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയ പ്രത്യേകതകൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കപ്പെടുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അതും നമുക്ക് അനുകൂലം. ഈ തെരഞ്ഞെടുപ്പിന് മറ്റൊരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ വിജയ ആഹ്ലാദ ലഹരികൾ അവസാനിക്കുന്നതിന് മുമ്പ് 6 മാസത്തിനുള്ളിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിലാണ്. അപ്പോൾ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി നടക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പാണ്.
അതുകൊണ്ട് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഇത് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ഷിബു വർഗീസ് അധ്യക്ഷനായി. TN പ്രതാപൻ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് എന്നിവർ മുഖ്യാതിഥികളായി. UDF നേതാക്കളായ CS രവീന്ദ്രൻ, SA സിദ്ദിഖ്, സുനിൽ പി മേനോൻ, TS ശശി, ഹാഷിം തങ്ങൾ, മൻസൂർ അന്താറത്തറ എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ സലീം പുറക്കുളം, വിനീഷ് കുമാർ, ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളായ വിഷ്ണു, KK സഗീർ, ഷീല വിശ്വംഭരൻ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം കാളമുറിയിൽ കാറിന്റെ ബോണറ്റിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. കാളമുറിക്ക് പടിഞ്ഞാറ് അകമ്പാടത്താണ് സംഭവം. അകമ്പാടം സ്വദേശി കുഴിക്കണ്ടത്തിൽ അബ്ദുൾ കരീമിന്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറിലാണ് പാമ്പ് കയറിയത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. ബോണറ്റിനുള്ളിൽ കയറിയ നിലയിലായിരുന്നു മൂർഖൻ പാമ്പ്. വിവരമറിഞ്ഞ് ചാലക്കുടി ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള റാപ്പിഡ് റെസ്പോൺസ് ടീം അംഗമായ കൂളിമുട്ടം സ്വദേശി അൻസാരി എത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു. പിടികൂടിയ മൂർഖൻ പാമ്പിനെ പിന്നീട് ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറും. ചേർപ്പ് പടിഞ്ഞാറെ പെരുമ്പിളിശ്ശേരി സ്വദേശി പടിഞ്ഞാറേപ്പുരയ്ക്കൽ വീട്ടിൽ പരേതനായ ശേഖരൻ ഭാര്യ വാസന്തി നിര്യാതയായി. 85 വയസ്സായിരുന്നു. വത്സലകുമാരി, സുരേഷ് ബാബു എന്നിവർ മക്കളും ജനാർദ്ദനൻ, രാഗി എന്നിവർ മരുമക്കളുമാണ്. വെങ്ങിണിശ്ശേരി കുറ്റിക്കാട്ടുപറമ്പിൽ വീട്ടിൽ ബാലൻ നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9-ന് വീട്ടുവളപ്പിൽ. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 11,725 രൂപ, പവന് 93,800 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പൂരകത്ത് സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പേഴ്സ് ഇടിച്ച് സ്കൂട്ടർ യാത്രികയ്ക്ക് ദാരുണാന്ത്യം. പൂച്ചിനിപ്പാടം സ്വദേശി തളിക്കുളം വീട്ടിൽ ചെറിന്റെ ഭാര്യ 32 വയസ്സുള്ള സ്നേഹയാണ് മരിച്ചത്. പാറളത്ത് UDF-നായി ബ്ലോക്ക് മെമ്പറാകാൻ ഭർത്താവും പഞ്ചായത്ത് മെമ്പറാകാൻ ഭാര്യയും. കോടന്നൂർ സ്വദേശി ചെറിയത്ത് വീട്ടിൽ ജൂബി മാത്യു, റിൻസി ജൂബി ദമ്പതികളാണ് തെരഞ്ഞെടുപ്പിന്റെ അങ്കത്തട്ടിൽ ഒന്നിച്ചിറങ്ങുന്നത്. ഊരകം മൈമ്പിള്ളി ശിവരാമകൃഷ്ണ ക്ഷേത്രത്തിൽ അയ്യപ്പൻ തീയാട്ട് പ്രാചീന അനുഷ്ഠാന കലാനിർവഹണവും കളമെഴുത്തും അരങ്ങേറും. ഡിസംബർ 6-ന് ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേക വേദിയിലാണ് ചടങ്ങ് നടക്കുക. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.